നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഫയൽ ചെയ്യാൻ പോകുന്നത് നവംബർ മാസത്തെ Gstr 1 റിട്ടേൺ ആണ്. അപ്പോൾ നമ്മുടെ Gstr സൈറ്റിൽ തന്നെ ഒരുപാട് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാസത്തെ റിട്ടേൺ എങ്ങനെ ഫയൽ ചെയ്യാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ടാലി പ്രൈം വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് JSON ഫയൽ വെച്ച് അപ്ലോഡ് ചെയ്തിട്ട് ഡാറ്റ ഞാൻ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഫയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടാലി പ്രൈമിൽ നിന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നതിന് ശേഷം ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വരിക. എന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് GST റിപ്പോർട്ട്സ് എൻ്റർ ചെയ്യുക. എന്നിട്ട് Gstr 1 എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പീരീഡ് മാറ്റി കൊടുക്കുക. ഇവിടെ ഒക്ടോബർ ആണ് കിടക്കുന്നത്, അപ്പോൾ നിങ്ങൾ നവംബറിലേക്ക് പീരീഡ് സെലക്ട് ചെയ്യുക. ഇവിടെ Alt F2 എൻ്റർ ചെയ്തതിനു ശേഷം പീരീഡ് സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ നവംബർ സെലക്ട് ചെയ്തു, എൻ്റർ അമർത്തുക. അപ്പോൾ നമ്മൾ നവംബർ മാസത്തെ പീരീഡിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ B2B ബില്ലുണ്ട്, അതേപോലെ B2C ബില്ലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ HSN വൈസ് സമ്മറി ഉണ്ട്, അതേപോലെ തന്നെ ഡോക്യുമെൻറ്റ് സമ്മറി എല്ലാം നമ്മൾ ടാലി പ്രൈമിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, GSTയുടെ പോർട്ടലിലേക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വളരെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് B2B ബില്ലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ B2B ഇൻവോയ്സിൽ വന്നിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കൺസോൾഡേറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ടാവും നമ്മളെ ബില്ലുകൾ, അതായത് നമ്മളെ GST അതിന്, അതേപോലെ ഏതാണ് പാർട്ടിയുടെ നെയിം, അതേപോലെ തന്നെ ടാക്സബിൾ എമൗണ്ട്, അതേപോലെ എത്ര ബില്ലുണ്ട് ഇൻവോയ്സ്. അപ്പോൾ അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ 2 വൗച്ചർ കൗണ്ട് കാണാം. അപ്പോൾ നമ്മൾ അതിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ബില്ല് കാണാം. അപ്പോൾ 2 ബില്ലാണ് ഉദ്ദേശിക്കുന്നത് വൗച്ചർ കൗണ്ട്. അതേപോലെ ഇത് ഒരു ബില്ലാണ് ഉള്ളത്. അതേപോലെ ബാക്കിയുള്ളൊക്കെ ഓരോ ബില്ലാണ്. പിന്നെ 2 ബില്ല് വേറെ പാർട്ടിയുടെ ഉണ്ട്, പിന്നെ 3 ബില്ല് വേറെ പാർട്ടിയുടെ. അങ്ങനെ നമുക്ക് ടോട്ടൽ 11 ഇൻവോയ്സ് ആണ് ഉള്ളത്, B2B ഉള്ളത്. അപ്പോൾ നമുക്കതിൽ ടാക്സബിൾ വാല്യൂ, അതേപോലെ അതിൻ്റെ സെൻട്രൽ ടാക്സ്, അതേപോലെ സ്റ്റേറ്റ് ടാക്സ്, അതേപോലെ ടോട്ടൽ ടാക്സ്, അതേപോലെ ഇൻവോയ്സ് എമൗണ്ട്, ഈ ടോട്ടൽ എമൗണ്ട് അവിടെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒരു പാർട്ടി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ 2 ബില്ല് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിവിടെ എൻ്റർ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇവിടെ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം അവിടെ ഇൻവോയ്സ് ഡേറ്റ്, ഏതാണ് ഇൻവോയ്സ് നമ്പർ, അതേപോലെ അതിൻ്റെ ടാക്സബിൾ എമൗണ്ട്. അപ്പോൾ ഓരോ ബില്ലും സെപ്പറേറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ നമുക്ക് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ B2B ബില്ലുകളും അതേപോലെ B2C ബില്ലുകളാണ് നമ്മൾ GSTയിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരാം. അപ്പോൾ നമ്മൾ B2B ബില്ല് ചെക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് HSN സമ്മറി. അവിടെ 220 ബില്ലാണ്, 220 കൗണ്ടാണ് HSN സമ്മറി വരുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ HSN ഇൻകംപ്ലീറ്റ് ആയതൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിലാണ് ഇവിടെ വല്ല പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക, 1 or 2 ഒക്കെ. അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ചിലപ്പോൾ HSN മിസ്മാച്ച് ആയിരിക്കും, അല്ലെങ്കിൽ HSN കോഡ് കൊടുത്തിട്ടുണ്ടാവില്ല, പിന്നെ ടാക്സ് റേറ്റ് കൊടുത്തിട്ടുണ്ടാവില്ല. ഈ കാരണത്താലൊക്കെ എന്ത് ചെയ്യും, അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ 0 ആയതുകൊണ്ട് കറക്ഷനൊന്നുമില്ല, അതുകൊണ്ട് കറക്റ്റാണ്, എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ താഴെ നിങ്ങൾക്ക് കാണാം അൺസർട്ടൻ ട്രാൻസാക്ഷൻ കറക്ഷൻ നീഡഡ് എന്ന് കാണാം. അവിടെ 0 ആയിരിക്കണം. ആ 2 കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾ നേരെ താഴോട്ട് വരും. ഇനി B2C സ്മാളിലൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് 18% ടാക്സ് റേറ്റ് വന്നിട്ടുള്ളത്. അതിൽ 34,51,200 രൂപയുടെ ടാക്സബിൾ എമൗണ്ട് വരുന്നുണ്ട്. അതിൻ്റെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും വന്നിട്ടുണ്ട്. ടോട്ടൽ ടാക്സ്, അതായത് ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ, അല്ല ടോട്ടൽ ടാക്സ് എമൗണ്ടിൻ്റെ വാല്യൂ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും കൂടിയ എമൗണ്ട്. അപ്പോൾ ഈ ഒരു B2C കൂടി നമ്മൾ ഏത് GSTR സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. നമ്മളൊന്നുകൂടി എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരാം. ഇനി താഴെ നമ്മൾ HSN സമ്മറിയിലേക്ക് വരാം. കാരണം നമുക്ക് ഇനി അടുത്ത ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറി, HSN സമ്മറി. അപ്പോൾ അതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ HSN സമ്മറി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ HSN കോഡും, അതേപോലെ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി, അതേപോലെ ടോട്ടൽ ക്വാണ്ടിറ്റി, ടോട്ടൽ വാല്യൂ, ടാക്സ് റേറ്റ്, ടാക്സബിൾ എമൗണ്ട്, ഈ കാര്യങ്ങളാണ് നമ്മുടെ GSTR സൈറ്റിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ HSN കോഡുള്ള കറക്റ്റായി ടാലി പ്രൈമിൻ്റെ അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് എല്ലാം കറക്റ്റായി ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഡീറ്റെയിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ B2Bയും B2Cയും കൂടി നമ്മളെ സെയിൽസ് ടോട്ടൽ എത്രയാണോ അതിൻ്റെ B2B അതേപോലെ B2C കൂടി കൂട്ടിയ എമൗണ്ട് ടോട്ടലായിട്ടുള്ള എമൗണ്ടും മാച്ച് ആയിരിക്കും. ഇവിടെ 42 ലക്ഷത്തി താഴെ നിങ്ങൾക്ക് കാണാം 42,58,555 ടാക്സബിൾ എമൗണ്ടും, അതേപോലെ സെൻട്രൽ ടാക്സ് 3,83,222. ഇതന്നെ ആയിരിക്കണം നമ്മളെ B2Bയും B2Cയും കൂട്ടി കഴിഞ്ഞുള്ള എമൗണ്ട്. അതായത് B2Bയും B2C ഇനി ക്രെഡിറ്റ് നോട്ട് കുറച്ച എമൗണ്ട്, ക്രെഡിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ച്. ഇവിടെ ക്രെഡിറ്റ് നോട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 42,58,555 അത് തന്നെയാണോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ ഒന്ന് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരാം.
അപ്പോൾ നമുക്കിവിടെ കാണാം 42,58,555 ആയിരിക്കണം നമ്മളെ ഏത് B2B B2C അതുപോലെ ക്രെഡിറ്റ് നോട്ട് ഉണ്ടെങ്കിൽ അത് കുറച്ചുള്ള വാല്യൂ ഇവിടെ വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ട്, അതായത് ടാക്സും അതേപോലെ HSN സമ്മറിയും കാര്യങ്ങളൊക്കെ ഈക്വൽ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡോക്യുമെൻറ്റ് സമ്മറി ചെക്ക് ചെയ്യുക. ഡോക്യുമെൻറ്റിൽ വന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെയിൽസ് B2B അതേപോലെ B2C, അതായത് നമ്മൾ സപ്ലൈ നടത്തിയത് രജിസ്റ്റേർഡ് ഡീലർക്കും അതേപോലെ അൺരജിസ്റ്റേർഡ് ഡീലർക്കാണ്. അപ്പോൾ ആ ഇൻവോയ്സ് നമ്പർ ഇപ്പോൾ നമ്മൾ B2B ഈ മാസം അതായത് നവംബർ മാസത്തിൽ 91 ഇൻവോയ്സ് മുതൽ 101 ഇൻവോയ്സ് വരെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 കൗണ്ടാണ്, അതായത് 11 ബില്ല് നമ്മൾ അടിച്ചിട്ടുണ്ട്. ക്യാൻസൽഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 11, നെറ്റ് ഇഷ്യൂഡ് 11. ഇതായിരിക്കണം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഇഷ്യൂഡിൽ GSTയിൽ വരേണ്ടത്. അടുത്തത് സെയിൽസ് B2C എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് അൺരജിസ്റ്റേർഡ് ഡീലർക്ക് സെയിൽ ചെയ്തത് 1085 ഇൻവോയ്സ് മുതൽ അതേപോലെ 1293 ഇൻവോയ്സ് വരെ നമ്മൾ സെല്ല് നടത്തിയിട്ടുണ്ട്. അതായത് 209 ഇൻവോയ്സാണ് നമ്മൾ സെല്ല് നടത്തിയിട്ടുള്ളത്. ടോട്ടൽ നെറ്റ് ഇഷ്യൂഡ് 209, ക്യാൻസൽഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 209. അപ്പോൾ ഈ കാര്യം മനസ്സിലായിരിക്കും ഡോക്യുമെൻ്റ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിക്കാം. അപ്പോൾ നമ്മൾ എസ്കേപ്പ് അടിച്ച് പിന്നോട്ട് വരിക. ഇനി അപ്പോൾ നമ്മളെല്ലാ ഡാറ്റകളും നമ്മൾ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം. അതായത് GSTയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ JSON ഫയലാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ടാലി പ്രൈമിൽ എന്ത് ചെയ്യണം, നമ്മളിവിടെ കാണാം നമുക്ക് എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അല്ലെങ്കിൽ നമ്മൾ Alt E എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. Alt E എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ, അതിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളവിടെ JSON ഫയൽ ഉണ്ട്, JSON ഡാറ്റ ഇൻ്റർചേഞ്ച് എന്നുള്ള ആ ഒരു, അതായത് ഇവിടെ Excel CSV എന്ന് കാണാം, അതിൽ താഴെ JSON ഡാറ്റ ഇൻ്റർചേഞ്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴോട്ട് വരിക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സ്പോർട്ട് HSN സാക്ക് സമ്മറി ചോദിക്കണം. അപ്പോൾ നമുക്ക് HSNൻ്റെ സമ്മറി അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്, അതായത് ആ JSON ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളവിടെ yes എനേബിൾ ചെയ്യുക. അതേപോലെ എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ് സമ്മറി, അതേപോലെ ഡോക്യുമെൻറ്റ് സമ്മറി നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഇൻവോയ്സ് ഏത് മുതൽ ഏത് വരെ എന്നുള്ളത് ആ ഡീറ്റെയിൽ ആണ്. അപ്പോൾ അത് നമ്മൾ അവിടെ yes എനേബിൾ ചെയ്താൽ ആ ഡാറ്റയും കൂടി GSTയിൽ അപ്ലോഡ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 2 yes കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ എൻ്റർ അടിച്ചതിന് ശേഷം നിങ്ങളിവിടെ സെൻഡ് എന്നൊരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ JSON ഫയൽ ഇവിടെ നമുക്ക് ഈ ഡേറ്റിൽ കാണാം, അതായത് 11/12/10/38 നമുക്കിതിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടാലി അതായത് പ്രോഗ്രാം ഫയലിൽ ടാലി പ്രൈം എന്ന ഫോൾഡറിൽ നമ്മളെ ഈ ഒരു JSON ഫയൽ നമ്മൾ എന്ത് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യുക, GST സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം GST സൈറ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ GST സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ഡാഷ്ബോർഡിൽ വരണം. നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പീരീഡ് സെലക്ട് ചെയ്യുക. നമ്മൾ നവംബർ മാസം, അതായത് 2021-22 ഫിനാൻഷ്യൽ ഇയറിൽ നവംബർ മാസത്തെ റിട്ടേൺ ആണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നവംബർ മാസം സെലക്ട് ചെയ്യുക. എന്നിട്ട് സെർച്ച് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓഫ്ലൈൻ ടൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ പ്രിപ്പയർ ഓഫ്ലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, JSON ഫയൽ അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ഓഫ്ലൈനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണാം നമുക്ക് ചൂസ് ഫയൽ എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ കാണാം നമുക്ക് പ്രോഗ്രാം ഫയലിൽ ടാലി പ്രൈമിൽ നമ്മൾ അതായത് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത നമ്മുടെ JSON ഫയൽ കാണാം, അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കാണാം നമുക്ക് ഇങ്ങനൊരു മെസ്സേജ് കാണാം, സ്റ്റാറ്റസ് ഇൻ പ്രോഗ്രസ്, അതേപോലെ എറർ റിപ്പോർട്ട് എന്ന് കാണാം. അപ്പോൾ എറർ റിപ്പോർട്ട് പറഞ്ഞാൽ എററൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ ജസ്റ്റ് ഇൻ പ്രോഗ്രസ് ആണ്. അതേപോലെ അത് പ്രോസസ്സറിന്ന് കാണിച്ചിട്ടില്ല, പ്രോസസ്സർ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മളിന്ന് ഇവിടെ റിഫ്രഷ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ പ്രോസസ്സഡ് ആയിട്ടുണ്ട്, നമ്മൾ അതായത് നമ്മുടെ JSON ഫയൽ പ്രോസസ്സഡ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്ക് ടു ഫയൽ റിട്ടേണിൽ വരിക. എന്നിട്ട് വീണ്ടും നവംബർ സെലക്ട് ചെയ്യുക, സെർച്ച് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രിപ്പയർ ഓൺലൈനിൽ വരിക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ അതായത് B2B ഇൻവോയ്സ് 11 അതായത് നമ്മുടെ ടാലി പ്രൈം പ്രകാരം 11 ഇൻവോയ്സ് ആണ്, അല്ല 11 ഇൻവോയ്സ് ടോട്ടൽ ഉണ്ട്, അത് അവിടെ കയറിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ B2C കയറിയിട്ടുണ്ട്, അതേപോലെ HSN സമ്മറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ എത്രയാണോ ടാക്സിബിൾ വാല്യൂ, അതേപോലെ ടോട്ടൽ വാല്യൂ എത്രയാണെന്നുള്ള അറിയാൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബില്ല് മാത്രമേ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയേക്കാം. അത് B2B ഇൻവോയ്സിൻ്റെ ഉള്ളിലേക്കൊന്ന് പോവാം. അപ്പോൾ B2B ഇൻവോയ്സ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ റെസിപ്പിയൻ ഡീറ്റെയിൽസ്, അതേപോലെ GST നമ്പർ, അതേപോലെ
നമ്മുടെ ട്രേഡ് ലീഗൽ നെയിം ഏതാണ്, അതേപോലെ റെഗുലർ ടാക്സ് പെയർ ആണോ, അതേപോലെ പ്രോസസ്സഡ് ഇൻവോയ്സ് എത്രയാണ്, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ ടാലി പ്രൈമിൽ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് വന്നു നോക്കാം. ടാലി പ്രൈമിൽ വന്നതിന് ശേഷം നമ്മൾ B2B എന്ത് ചെയ്യുക, നമ്മൾ B2Bയിലേക്ക് വരിക, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് അതായത് നമ്മുടെ ഫസ്റ്റ് ബില്ല് 2 ഇൻവോയ്സ്, അതായത് GST നമ്പറുള്ള ഫസ്റ്റ്, അതായത് നമ്മളൊരു പാർട്ടിയുടെ 2 വൗച്ചറാണ്, അതായത് 2 ബില്ലുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ നമ്മുടെ GST സൈറ്റിൽ നോക്കാം. അപ്പോൾ നമ്മൾ GST സൈറ്റിൽ ഫസ്റ്റ്, അപ്പോൾ നമുക്ക് ആ 2 ഇൻവോയ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ 2 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഈ പ്രോസസ്സർ ഇൻവോയ്സിൽ 2 എന്നുള്ള ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ബില്ല് ഏതൊക്കെയാണ് 2 എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ 2ൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം ഏതൊക്കെയാണ് ഇൻവോയ്സ് നമ്പർ, അതേപോലെ നമ്മളെ 97 94 ഇൻവോയ്സ് നമ്പർ, അതിൻ്റെ ടാക്സിബിൾ വാല്യൂം, ടോട്ടൽ വാല്യൂം, അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ഓരോ ബില്ലിൻ്റെയും സെപ്പറേറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് ബില്ല് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ബില്ല് ഇവിടെ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് വേണം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ ഇത് കാണാത്തത് കൊണ്ട് അത് ചിലപ്പോൾ റീസെറ്റ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ ഇതിൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യാനും അതുപോലെ അതിൻ്റെ പുറത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഈ ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ബില്ല് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കൗണ്ട്, ഈ പ്രോസസ്സർ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര കൗണ്ട് ആണെങ്കിൽ ഈ ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബില്ല് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ B2B നമ്മളെല്ലാം കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലോട്ട് വരിക. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് B2C ആണ്, അതേസാണ്. അപ്പോൾ B2Cയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ B2Cയിൽ നമ്മൾ അതായത് നമ്മളെ എമൗണ്ട് പ്രകാരം കറക്റ്റായി വന്നിട്ടുണ്ട്. അതായത് B2Cയിലെ എമൗണ്ടുകൾ, ടാക്സിബിൾ വാല്യൂ, അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആക്ഷനിൽ കാണാം, നമുക്ക് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ടാക്സിബിൾ വാല്യൂവിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്രൈമിലെ പ്രകാരം കറക്റ്റായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ബാക്ക് അടിച്ച് പിന്നിലോട്ട് വരികയാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കേണ്ടത് HSN സമ്മറിയാണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ HSN നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഓരോ HSN കോഡും അതിൻ്റെ ടാക്സിബിൾ എമൗണ്ടും അതേപോലെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മൾ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി, അതേപോലെ ടോട്ടൽ ക്വാണ്ടിറ്റി, ടാക്സിബിൾ വാല്യൂ, റേറ്റ് ഓഫ് പെർസെൻറ്റേജ്, അതേപോലെ സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ് കാര്യങ്ങളാണ്. അപ്പോൾ HSN കോഡിൽ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഓരോ പേജ് പ്രകാരം 5 പേജോളം നമുക്ക് HSN കോഡ് ഉണ്ട്. അപ്പോൾ HSN സമ്മറി കറക്റ്റാണ്. അപ്പോൾ നമ്മളത് ബാക്കിലോട്ട് വരിക. അപ്പോൾ നമ്മുടെ HSN സമ്മറിയൊക്കെ നമ്മൾ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ നമുക്കിതിൽ വാല്യൂസ് ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ താഴെ വരിക. ഏറ്റവും താഴെ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ താഴെ ഇവിടെ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജനറേറ്റ് സമ്മറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ സമ്മറി പ്രോസസ്സർ ഇനീഷ്യേറ്റഡ് പ്ലീസ് കംപ്ലീഷൻ റിക്വസ്റ്റ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് കഴിഞ്ഞിട്ട് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് പ്രിവ്യൂ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് റിഫ്രഷ് കൊടുക്കണം. നമ്മൾ സമ്മറി കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം ഹെൽപ്പിൻ്റെ അപ്പുറത്ത് കാണാം റിഫ്രഷ് എന്നൊരു ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം സമ്മറി ഹാസ് ബീൻ ജനറേറ്റഡ് 11/12/2021 അതായത് 10:50 നമ്മളെ സമ്മറി എന്ത് ചെയ്തിട്ടുണ്ട്, അത് അതായത് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴോട്ട് വരിക. എന്നിട്ട് നമുക്ക് പ്രിവ്യൂ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് എന്ത് ചെയ്യുക, അത് സേവ് ചെയ്യുക. സേവ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ B2B ഇൻവോയ്സ്, അതായത് 8,07,346 ടോട്ടൽ ഇൻവോയ്സ്, അതിൻ്റെ സെൻട്രൽ ടാക്സ് ഇത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ടാലിയിലൊന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 8,07,354 ടാക്സിലെ എമൗണ്ട്, 72,664 സെൻട്രൽ ടാക്സ്, ടോട്ടൽ 9,52,714. അപ്പോൾ നമ്മൾ ആ പ്രിവ്യൂയിലേക്ക് വീണ്ടും വരിക. അപ്പോൾ 9,52,714 അതേപോലെ ടാക്സിബിൾ വാല്യൂ കറക്റ്റാണ്. അപ്പോൾ നമ്മളെ വാല്യൂ കറക്റ്റാണ് B2Bയുടെ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി താഴോട്ട് വരിക. ഇനി അടുത്തത് നമ്മളെ B2C അതേസാണ്. B2Cയുടെ ടാക്സ് വാല്യൂ എത്രയെന്നുള്ളതാണ്. അത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആകെ 18%, അതാണ് നമ്പർ ഓഫ് 1 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 34,51,200 ടാക്സബിൾ എമൗണ്ട്, സെൻട്രൽ ടാക്സ്, സ്റ്റേറ്റ് ടാക്സ്. അപ്പോൾ നമുക്കത് ടാലി പ്രൈമിൽ നോക്കാം. ടാലി പ്രൈമിൽ അതേപോലെ 34,51,200 310,607. അപ്പോൾ ആ എമൗണ്ട് കറക്റ്റാണ്.
അപ്പോൾ നമ്മളെ ഈ രണ്ട് B2B B2C ആണ്. ഇനി നമുക്ക് HSN വൈസ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമ്മുടെ HSN വൈസ് അതുപോലെ 42,58,555 ടോട്ടൽ ടാക്സും സെയിം ആണ്. അതേപോലെ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രിവ്യൂ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫയൽ ചെയ്യാനുള്ള കാര്യം. കാരണം നിങ്ങൾക്ക് നിങ്ങളെ വാല്യൂസ് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടേ ഫയൽ ചെയ്യാവൂ. സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഫയൽ ചെയ്യുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്താം, കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്താം. ഇനി നമുക്ക് GST സൈറ്റിലേക്ക് തന്നെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് കൊടുത്ത് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം ഐ അക്നോളജ് എന്നുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചോദിക്കുന്നുണ്ട്. അത് അപ്പോൾ നമ്മളവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം യുവർ സബ്മിറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ്, പ്ലീസ് ചെക്ക് ദ സ്റ്റാറ്റസ് ഇൻ സം ടൈം. അപ്പോൾ താഴെ നമുക്ക് വീണ്ടും ഒന്ന് റിഫ്രഷ് കൊടുക്കാം. മേലെ വന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് റിഫ്രഷ് കൊടുക്കാം. ഹെൽപ്പിൻ്റെ അപ്പുറത്ത് റിഫ്രഷ് എന്ന് കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ താഴോട്ട് വരിക. എന്നിട്ട് ഫയൽ റിട്ടേണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഹൈ ഹിയർ ബൈ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആദ്യം ഇത് ആക്റ്റീവ് ആവാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് GST അപ്ഡേഷൻ വന്നതോടുകൂടി ഇത് പെട്ടെന്ന് നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു കോളം ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം ടിക്ക് എനേബിൾ ചെയ്യാം. പ്രൊപ്പറൈറ്ററെ സെലക്ട് ചെയ്യാം. പ്രൊപ്പറൈറ്റർ സെലക്ട് ചെയ്തതിനു ശേഷം ഫയൽ വിത്ത് EVC വെച്ചിട്ടോ അല്ലെങ്കിൽ DESC വെച്ചിട്ടോ ഫയൽ ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ EVC വെച്ചിട്ടാണ് ഫയൽ ചെയ്യാൻ പോകുന്നത്. അവിടെ ഞാൻ ഫയൽ വിത്ത് EVC ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ OTPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണതാണ്. അപ്പോൾ OTP എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഫയൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യാം. നമ്മളെ GST 1 സക്സസ്ഫുള്ളി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷനിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.